പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിലെ ശക്തമായിട്ടുള്ള മഴയും മഴക്കെടുതികളും അതിൽപ്പെട്ട് വലയുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ കുട്ടികളുടെയൊക്കെ സ്കൂൾ വീണ്ടും തുടങ്ങാൻ പോവുകയാണ്. എല്ലാ സ്കൂളുകളിലേക്കും വീണ്ടും പഠനത്തിനായിട്ട് പോകാൻ ഒരുങ്ങുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് ഈ ആരാധനയിൽ നമുക്ക് ബിജില എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സൗദി അറേബ്യയിൽ നേഴ്സാണ്. അവിടെ ഒരു രോഗിയുമായി ഉള്ള ഒരു കാര്യത്തിൽ ഒരു കേസിൽ അകപ്പെട്ടിട്ട് ആ കുട്ടിക്ക് അവിടെ നിന്ന് ഇതുവരെ പുറത്തേക്ക് ജോലിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. ഇന്ന് അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് നടക്കുന്നുണ്ട്. ആ കുട്ടി അതിൽ നിരപരാധിയാണ്. ആ കുട്ടിയുടെ അമ്മ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. കുറച്ച് നാളുകളായിട്ട് ഈ കേസ് നീട്ടിവെച്ചു കൊണ്ടിരിക്കുകയാണ്. കുടുംബം വലിയ പ്രതിസന്ധിയിലാണ്. ആ കുട്ടിക്ക് വേണ്ടി പ്രത്യേകം ഈ സമയത്താണ് അവിടെ ആ കേസ് നടക്കുന്നത് സൗദി അറേബ്യയിൽ. നമുക്ക് പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് ലീഹ വലിയ ബോധ്യത്തോടുകൂടെ ഒരു രോഗിയോട് പറയുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുമെന്നാണ് ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ ഇന്ന് ഈ ആരാധനയിൽ പങ്കുവയ്ക്കേണ്ട സന്ദേശത്തെക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ തിരുസഭ ഇന്ന് തരുന്ന വിശുദ്ധനെക്കുറിച്ച് ഞാൻ വായിക്കാനിട വന്നു. അപ്പോൾ ആ വിശുദ്ധ സിയന്നായിലെ വിശുദ്ധ ബർണാദിൻ എന്ന് പറയുന്ന ഒരു ഫ്രാൻസിസ്കൻ പുരോഹിതനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ ഈ വിശുദ്ധ ബർണാദിൻ അദ്ദേഹത്തിൻ്റെ ശക്തിയിലും അഭിഷേകത്തിലും കൃപയിലും വളർന്നത് അദ്ദേഹം യേശുനാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന ഒരു വൈദികനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. വർഷങ്ങൾക്ക് മുമ്പ് ഈ സിയന്ന എന്ന് പറഞ്ഞ സ്ഥലത്തെ പട്ടണത്തിൽ വലിയൊരു പകർച്ചവ്യാധി പ്ലേഗ് ഉണ്ടായി. ഓരോ ദിവസവും ആ പട്ടണത്തിലെ ആശുപത്രിയിൽ 20-30 പേര് വെച്ച് മരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ആളുകൾക്കൊക്കെ വലിയ ഭയമായി. ശുശ്രൂഷിക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആളുകളെ കിട്ടുവാൻ ബുദ്ധിമുട്ടുള്ളൊരു സമയമായപ്പോൾ ഇദ്ദേഹം വളരെ ധൈര്യത്തോടുകൂടി അവിടെ ചെന്ന് 4 മാസത്തോളം ഈ രോഗികൾക്കിടയിൽ പോയി ശുശ്രൂഷ ചെയ്ത് ഇദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല. അദ്ദേഹം യേശുനാമം വിളിച്ച് പ്രാർത്ഥിച്ചാണ് എല്ലാ കാര്യം ചെയ്തിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. നമ്മളുള്ളവരെ, യേശു എന്ന പേരിന്, ജീസസ് എന്ന ആ പേരിന് വലിയ അർത്ഥമുണ്ട്. അതിൻ്റെ അർത്ഥം തന്നെ ദൈവം രക്ഷിക്കുന്നു എന്നുള്ളതാണ്. നമുക്കൊരു പ്രാർത്ഥനയും ചൊല്ലാൻ കിട്ടുകയില്ലെങ്കിൽ ജീസസ് 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 അല്ലെങ്കിൽ യേശു 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 അല്ലെങ്കിൽ യേശുവേ നന്ദി, യേശുവേ സ്തോത്രം എന്ന് പറഞ്ഞാൽ തന്നെ, പ്രാർത്ഥിച്ചാൽ തന്നെ ദൈവത്തിൻ്റെ ശക്തി അവിടേക്ക് കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഫിലിപ്പീൻസിൽ സംഭവിച്ച ഒരു കാര്യം ഞാൻ ഓർക്കുക. മരിയ എന്നൊരു സഹോദരിയുടെ ജീവിതത്തിൽ അവരവരുടെ ഭവനത്തിലായിരുന്ന സമയത്ത് പെട്ടെന്ന് വലിയൊരു കൊടുങ്കാറ്റുണ്ടായി, പെരുമഴയും വന്നു. അവർ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് ആ പ്രദേശം മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞു. അവരുടെ വീട്ടിലേക്കൊക്കെ വെള്ളം ഇരച്ചു കയറുകയാണ്. ആ പെൺകുട്ടിക്ക്, ആ സഹോദരിക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. അങ്ങനെ പേടിച്ചരണ്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവരുടെ വീട്ടിലേക്കും വെള്ളം പാഞ്ഞു കയറി. ആ സ്ത്രീ ആ വെള്ളത്തിൽ അകപ്പെടുകയാണ്. അപ്പോൾ ആ സ്ത്രീ ചെയ്ത കാര്യം, അവരുടെ കഴുത്തിൽ ഒരു മാലയുണ്ടായിരുന്നു. ആ മാലയിൽ ഒരു ക്രൂശിത രൂപമുണ്ടായിരുന്നു. ആ ക്രൂശിത രൂപത്തിൽ പിടിച്ച് അവർക്ക് വേറൊന്നും പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല. ആ ക്രൂശിത രൂപത്തിൽ പിടിച്ചുകൊണ്ട് അവരിങ്ങനെ ഉറക്കെ ജീസസ് 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 എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അത്ഭുതകരമായി എവിടെ നിന്നോ കയറ് പൊട്ടി ഒഴുകിപ്പോന്ന ഒരു ബോട്ട് ആ സ്ത്രീയുടെ അരികിലേക്ക് വരികയാണ്. ആ ബോട്ടിൽ വേറെ ആരുമില്ലായിരുന്നു. അത് ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോവുകയാണ്. ആ ബോട്ടിലേക്ക് ജീസസ് 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 എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയം
ഈ മരിയയെ ആരോ ആ ബോട്ടിലേക്ക് തള്ളിയിടുന്നത് പോലെ അവർക്ക് അനുഭവപ്പെട്ടു. അവരാ ബോട്ടിലേക്ക് വീണു. അതിനുശേഷം ആ ബോട്ട് ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി നടന്നു. പക്ഷെ അവർ മരിച്ചില്ല. അത് പിന്നീട് തീരത്തണഞ്ഞപ്പോൾ ആ ഒരു ഗ്രാമത്തിലെ ഗ്രാമവാസികൾ ഈ മരിയെ അവിടെ നിന്ന് രക്ഷിച്ചു. തുടർന്ന് ഏതാനും ചികിത്സ കൊടുത്ത് ആ സഹോദരി സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവൾ ഈ മരിയ ഫിലിപ്പീൻസിൽ ഏകദേശം ഒരു 10-15 വർഷം മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. തൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ അത്ഭുതം നടന്നതിൽ ആ സഹോദരി വലിയ പ്രാർത്ഥനകളൊന്നും പ്രാർത്ഥിച്ചില്ലായിരുന്നു. യേശുവിനെ രക്ഷിക്കാൻ കഴിവുണ്ട് എന്നുള്ള ബോധ്യത്തോടെ കഴുത്തിലെ ആ കുരിശിൽ പിടിച്ച് അവർ ആവർത്തിച്ച് പ്രാർത്ഥിച്ചത് ജീസസ് ജീസസ് ജീസസ്, യേശു 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 എന്ന് മാത്രമാണ്. എന്നാണ് യേശുനാമത്തിൻ്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, രോഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, തകർച്ചകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്കധികം പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ മടുപ്പ് തോന്നും. അപ്പോൾ ഇന്ന് തന്നെ എൻ്റെ അടുത്തൊരു സഹോദരി പറഞ്ഞ, ആ സഹോദരിയുടെ ഓപ്പറേഷനും ചികിത്സയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വേദനയിലൂടെയൊക്കെ കടന്നു പോകും. പ്രാർത്ഥിക്കാനൊന്നും സാധിക്കുന്നില്ല. ഓർത്തിരുന്ന പ്രാർത്ഥനകളൊന്നും ഇപ്പോൾ ഓർക്കുന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈശോ നമുക്ക് പറഞ്ഞു തരുന്നൊരു വലിയ പ്രാർത്ഥനയാണ്. യേശുവിൻ്റെ നാമം ഉച്ചരിച്ച് പ്രാർത്ഥിക്കുക. ആ നാമത്തിന് വലിയ ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വചനങ്ങൾ ഇങ്ങനെയാണ്: ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള എല്ലാ സകലരും, പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു കർത്താവാണെന്ന് പിതാവിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ നാമത്തെ പിതാവായ ദൈവം ഉയർത്തിയതിനെ കുറിച്ചാണ് വചനം പറയുന്നത്. യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത, യേശു എന്ന നാമത്തിൻ്റെ പ്രത്യേകതയാണ് പഠിപ്പിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ാം തിരുവചനം നമുക്ക് സുപരിചിതമായ വചനമാണ്. ആകാശത്തിന് കീഴ് മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശു നാമമല്ലാതെ. അപ്പോൾ അവിടെയെല്ലാം എടുത്തു പറയുന്ന യേശു നാമത്തിൻ്റെ പ്രത്യേകതയാണ്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് ശ്ലീഹ മുടന്തനോട് പറഞ്ഞതാണ്, യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. അതേ സ്നേഹമുള്ളവർ, യേശുവിൻ്റെ നാമത്തിന് വലിയ ശക്തിയുണ്ട്. ഈ യേശുനാമത്തിൻ്റെ ശക്തിയാണ് വിശുദ്ധ ബർന്നദീൻ അദ്ദേഹത്തിൻ്റെ നാട്ടിലും പല രാജ്യങ്ങളിലും പോയി പ്രസംഗിച്ചത് ഇതാണ്. അങ്ങനെ അദ്ദേഹം അനേകരെ യേശുനാമത്തിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അങ്ങനെ അവരെല്ലാവരും വലിയ അനുഗ്രഹങ്ങളിലേക്ക് കടന്നു വന്നു. കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്: നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും യേശുവിൻ്റെ നാമത്തിൽ ചെയ്താൽ അവിടെ അനുഗ്രഹം ഉണ്ടാകും. നന്മ ചെയ്താൽ, തിന്മ ചെയ്താലല്ല. നമ്മൾ എന്ത് നന്മ ചെയ്താലും അല്ലെങ്കിൽ എന്ത് പ്രാർത്ഥിച്ചാലും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ അവിടെ അത്ഭുതം സംഭവിക്കും. അതാണ് വചനം പഠിപ്പിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പഠിപ്പിക്കുന്നത് എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധ ബർന്നദീൻ അദ്ദേഹം ഈ യേശു എന്ന നാമം വിളിച്ചു പ്രാർത്ഥിക്കാൻ അനേകരെ പ്രചോദിപ്പിച്ച ഒരു വലിയ വിശുദ്ധനാണ്. അദ്ദേഹം അങ്ങനെ വലിയ വിശുദ്ധനായി മാറി. സ്നേഹമുള്ളവരെ, ഈ യേശുനാമം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കും വിളിച്ചു പ്രാർത്ഥിക്കാം. യേശുനാമത്തിൻ്റെ ശക്തി നമ്മുടെ കുടുംബത്തിൽ അനുഭവപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, പരീക്ഷയ്ക്ക്, ഒരു വലിയ പരീക്ഷയ്ക്ക് പോയതായിരുന്നു. പരീക്ഷയ്ക്ക് ചെന്ന് ഹാളിൽ ചെന്ന് പരീക്ഷ എഴുതാനിരുന്നപ്പോൾ എല്ലാം മറന്നുപോയി, ഒന്നും ഓർക്കുന്നില്ല. അപ്പോൾ ആ കുട്ടി കണ്ണടച്ച് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് യേശു 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 യേശുവേ 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 എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഉടനെ തന്നെ എല്ലാം ക്രമമായിട്ട് ഓർമ്മിക്കാൻ തുടങ്ങി. ആ കുട്ടിക്ക് ആ പരീക്ഷ നല്ല രീതിയിൽ എഴുതാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരിക്കലും ഒരു കുടുംബം പറഞ്ഞു, അവർ തിരുവനന്തപുരത്ത് യാത്ര പോയിട്ട് തിരിച്ചു വരികയായിരുന്നു കാറിൽ. അപ്പോൾ ഒരു പാലത്തിലെത്തിയപ്പോൾ അവരുടെ നേരെ ഒരു വലിയ ട്രെയിലർ ലോറി നേരെ വന്നു. അത് കടന്നു പോകാൻ ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ. ഇവരെല്ലാവരും കണ്ണടച്ചു, മരിക്കാൻ തയ്യാറായി. പക്ഷെ ഇവർ ഉടനെ പ്രാർത്ഥിച്ചു. എല്ലാവരും ഈശോ 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 എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. അവർ പറയുക, തൊട്ടില്ല എന്ന രീതിയിൽ ആ ട്രെയിലർ പോയി അവർ രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതെൻ്റെ അടുത്ത് നേരിട്ട് വന്ന്
പങ്കുവച്ച അനുഭവങ്ങളാണ്. അപ്പോൾ യേശു എന്ന നാമത്തിന് വലിയ ശക്തിയുണ്ട്. നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ, പ്രയാസങ്ങളിൽ, രോഗങ്ങളിൽ, പരീക്ഷകളിൽ, ജീവിതത്തിലെ തളർച്ചകളിൽ യേശുനാമം വിളിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം ഉടനടി ഇടപെടും. പ്രൈസ് ദി ലോർഡ്. ഈ വിശ്വാസം നമുക്ക് ലഭിക്കുവാനും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനും നമുക്കിന്ന് പ്രത്യേകമായിട്ട് ഒരുങ്ങം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മുടെ ജീവിതം കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളും ഈശോയ്ക്ക് സമർപ്പിക്കാം. അതോടൊപ്പം നമ്മളോട് പ്രാർത്ഥന സഹായം ചോദിച്ചുള്ളവരെ സമർപ്പിക്കാം. യേശു എന്ന നാമത്തിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നുള്ളതാണ്. ദൈവം ആ നാമത്തെ, പിതാവായ ദൈവം ആ നാമത്തെ മഹത്വപ്പെടുത്തിയ നാമമാണ്. അത് രക്ഷയുടെ നാമമായിട്ട് പിതാവായ ദൈവം നൽകിയതാണ്. അത് സൗഖ്യത്തിൻ്റെ നാമമായിട്ട് പിതാവായ ദൈവം നൽകിയതാണ്. അത് വിടുതലിനുള്ള നാമമായിട്ട് പിതാവായ ദൈവം നൽകിയതാണ്. അതുകൊണ്ട് യേശു നാമം വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, കൃപയിലേക്ക് കടന്നു വരാം. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് ഒരു ഗാനം ആലപിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, യേശു നാമത്തിന്റെ ശക്തി, സൗഖ്യം, അഭിഷേകം, വിടുതൽ സ്വന്തമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. യേശു നാമത്തിൽ എഴുന്നേറ്റ് നടക്കുവാൻ സ്ലീഹ ആവശ്യപ്പെട്ടപ്പോൾ അത്ഭുതം സംഭവിച്ചതുപോലെ യേശു നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്ന് പാടി പ്രാർത്ഥിക്കും. കരങ്ങളടിച്ച്, ശക്തമായി കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് ഈശോയെ ആരാധിക്കാം. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. യേശുനാമത്തിന് ശക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശക്തമായി കരങ്ങൾ അടിച്ചുകൊണ്ട് ഈ ഗാനത്തോട് ചേർന്ന് ഈശോയെ ആരാധിക്കാം. പറുദീസായിൽ ദൈവം തന്നൊരു രക്ഷാവാഗ്ദാനം യേശുനാഥനല്ലയോ. പ്രവാചകന്മാർ മുന്നേ ചൊന്നൊരു രക്ഷാ സന്ദേശം യേശുനാഥനല്ലയോ, യേശുനാഥനല്ലയോ. പറുദീസായിൽ ദൈവം തന്നൊരു രക്ഷാവാഗ്ദാനം യേശുനാഥനല്ലയോ. പ്രവാചകന്മാർ മുന്നേ ചൊന്നൊരു രക്ഷാ സന്ദേശം യേശുനാഥനല്ലയോ, യേശുനാഥനല്ലയോ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ദൈവം മാനവരക്ഷയ്ക്കായി തന്നൊരു നാമമേ, യേശുവെന്നൊരു നാമമേ. ഭൂലോകങ്ങൾ മുട്ടുമടക്കും ഉന്നത നാമമേ, യേശുവെന്നൊരു നാമമേ, യേശുവെന്നൊരു നാമമേ.
ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മറ്റൊരുവരിലും രക്ഷയതില്ല യേശുവിലല്ലാതെ, ഏകരക്ഷകനവനല്ലോ. യേശുവിനുള്ളൊരു വിശ്വാസത്താൽ രക്ഷവരിച്ചീടാ, നിത്യരക്ഷവരിച്ചീടാ, നിത്യരക്ഷവരിച്ചീടാ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. വഴിയും സത്യവും ജീവനും യേശു മാത്രമല്ലയോ, അനേക മധ്യസ്ഥൻ. താതൻ അരികിൽ ചെല്ലാനുള്ളൊരു വഴിയല്ലോ യേശു, ഏക വഴിയല്ലോ യേശു. വഴിയും സത്യവും ജീവനും യേശു മാത്രമല്ലയോ, അനേക മധ്യസ്ഥൻ. താതൻ അരികിൽ ചെല്ലാനുള്ളൊരു വഴിയല്ലോ യേശു, ഏക വഴിയല്ലോ യേശു, ഏക വഴിയല്ലോ യേശു. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു അനുഗ്രഹിക്കണം. എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, എല്ലാ മക്കളെ അനുഗ്രഹിക്കണം, എല്ലാ രോഗികളെ അനുഗ്രഹിക്കണം. സൗഖ്യം നൽകണമേ, തടസ്സങ്ങൾ മാറ്റണം, അഭിഷേകമുണ്ടാകണം, കൃപ നിറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 മഹത്വം. യേശുനാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. യേശുനാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. ഒരാളെ പോലും വെറുകയോടെ പറഞ്ഞേക്കരുത് ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. യേശുവേ, 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു, 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 യേശു. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശരി, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ നിമിഷങ്ങളാണ്. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. മംഗലാപുരത്ത് പഠിക്കാൻ പോയ
ഒരാൺകുട്ടി അവിടെ വേണ്ടതുപോലെ പഠിക്കാതെ ഉഴപ്പി നടക്കുന്നു, പരീക്ഷകളിൽ തോൽക്കുന്നു. ഈ ഒരു വലിയ സങ്കടത്തോടുകൂടെ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ജീവിതം മടുത്ത് കിണറ്റിൽ ചാടി മരിച്ചാലോ എന്ന് ചിന്തിക്കുന്ന, ആത്മഹത്യ ചെയ്യുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുകയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. യൂട്രസ് സംബന്ധമായിട്ടുള്ള, ഗർഭാശയ സംബന്ധമായിട്ടുള്ള രോഗപീഠകൾ, PCOD, അങ്ങനെ മറ്റു പല അസ്വസ്ഥതകളുമുള്ള 6 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു സഹോദരിക്ക് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ മൂലം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല. ആ സഹോദരിയെ കർത്താവ് ആ മേഖലയിൽ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെള്ളത്തിൽ പോയി മരിച്ച ഒരു കുട്ടിയെ ഓർത്തുള്ള സങ്കടം വിട്ടുപോകാത്ത ഒരു കുടുംബത്തെ കർത്താവ് ഇപ്പോൾ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വിദേശത്തേക്ക് ജോലിക്ക് പോയെങ്കിലും വീട്ടിലേക്ക് പണം ഒന്നും വരുന്നില്ല. ആ കുടുംബത്തിൽ കൊച്ചു കുട്ടികളൊക്കെയുണ്ട്. അവർ വിദേശത്ത് നിന്ന് പണം അങ്ങനെ കാത്തിരിക്കുകയാണ്. അവിടെ പോയിരിക്കുന്ന വ്യക്തിക്ക് വേണ്ട ജോലി ലഭിച്ചിട്ടില്ല. അദ്ദേഹവും അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ ദിവസങ്ങളിൽ ഒരു ജോലി ലഭിക്കാനും കാര്യങ്ങൾ ക്രമീകരിക്കാനും ഈശോ ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, വാൽവുകൾക്കുള്ള പ്രോബ്ലം, ഇങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥതയുള്ള 4 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദമ്പതികളോട് അതിൽ നിന്ന് പിന്മാറാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 ദമ്പതികൾക്കേറെ നാളുകളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത 2 ദമ്പതികൾ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ചെവികളിൽ വേദന, പഴുപ്പ്, കേൾവിക്കുറവ്, ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള അസ്വസ്ഥതകളുള്ള 9 പേരെ കർത്താവ് അനുഗ്രഹിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. വലിയ ശക്തമായിട്ടുള്ള ഹൃദയവേദനയിലൂടെ, വ്യഥയിലൂടെ കടന്നു പോകുന്ന 23ഓളം പേരെ കർത്താവ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. അയൽപ്പക്കക്കാരുമായിട്ട് വലിയ ശത്രുതയുണ്ട്, കുറേ നാളുകളായിട്ടുള്ളതാണ്. രമ്യതപ്പെടുവാൻ ഈശോ ഒരു കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. 34ഓളം പേരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് തടസ്സം മാറുക എന്ന് ഈശോ അവർ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. കുടുംബത്തിലുള്ള പ്രായമായവരെ ശുശ്രൂഷിച്ച് അവരുടെ ദേഷ്യവും പ്രത്യേകതകളൊക്കെ മൂലം വളരെ മടുത്തു പോയ ഏതാനും മക്കളോട് കർത്താവ് പറയുന്നു, മടുത്തു പോകരുത്, നിങ്ങൾക്ക് വലിയ അനുഗ്രഹം ലഭിക്കും. മാതാപിതാക്കളെ നിങ്ങൾ ശുശ്രൂഷിക്കുക എന്ന് കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. പുകവലി, കഞ്ചാവ്, രാസലഹരികൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും പെട്ടുപോയിട്ടുള്ള 20ലധികം പേരെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. അതിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഒരു ക്യാൻസർ രോഗിയെ കർത്താവ് ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഷോൾഡറിന്റെ ഭാഗത്ത് വേദനയുള്ളത് മൂലം കഴുത്ത് തിരിക്കാനും ഒക്കെ പ്രയാസമുള്ള, പിന്തിരിഞ്ഞു നോക്കാനൊക്കെ പ്രയാസമുള്ള 7 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു, സുഖപ്പെടുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
സന്തോഷത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ല തലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പക്കൽ എത്തുന്നതുവരെ ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ. ആബാ പിതാവേ, ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളിൽ അലിവ് തോന്നി കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും കഠിനമായ വേദനകൾ പോലും ശാന്തമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. മാലാഖമാരും വിശുദ്ധരും ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഈശോയുടെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചരുളണമേ. ആമീൻ. ഒരിക്കൽ കൂടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഒരാളെ പോലും വെറുകയോടെ പറഞ്ഞേക്കരുത്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം, അഭിഷേകം, അനുഗ്രഹം. കുറച്ചു നാളുകളായിട്ട് മണം കിട്ടാത്ത ഒരു വ്യക്തിയെ കർത്താവ് ആ മേഖലയിൽ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ബ്രെയിൻ സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ഒരാളെ കർത്താവ് സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. കുടുംബ സമാധാനം നൽകി 29 കുടുംബങ്ങൾ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ ഈശോയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഒരിക്കൽ കൂടെ ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയാം. ഈ ദിവസങ്ങളിൽ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മറ്റെല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സരസുതരിൽ, നിർമ്മലനായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും.